നമ്മുടെ ഗാർഡനിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശത്രുതയുള്ള പൂക്കളെ ഞാൻ കാണുന്നത്. പരസ്പരം ഒന്ന് മുഖത്തോട്ട് പോലും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കാലം കഴിഞ്ഞതോടുകൂടി അതെല്ലാം വാടി ഉണങ്ങി തുടങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ പൂക്കളുടെ കാര്യം. ഞാൻ അപ്പോഴാണ് ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. താഴത്തെല്ലാം ഇതിൻ്റെ വിത്തുകൾ ആരൊക്കെ തിന്നിട്ടിരിക്കുന്നു. കാര്യം എനിക്ക് മനസ്സിലായി. വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല ടീംസ് വന്ന് വെറുതെ തിന്നിട്ട് പോവാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളിവിടെ രണ്ടുപേരും ജോലിക്ക് പോയിട്ട് ഒരു മാസം നമുക്ക് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവം വെറുതെ വന്നിട്ട് തിന്നിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാനങ്ങനെ ഈ പൂക്കളൊക്കെ ഒന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴാണ് എല്ലാത്തിലും ഇഷ്ടംപോലെ വിത്ത് കാണുന്നുണ്ട്. ഇവർക്ക് വന്ന് തിന്നിട്ട് പോകാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കഴിച്ചുകൂടാ എന്നുള്ളൊരു ആലോചന എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം പരീക്ഷണാർത്ഥം ഇതൊന്നും എടുത്ത് ഫ്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു, വറുത്ത് നോക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ലുലുവിലൊക്കെ പോകുമ്പോൾ സൺഫ്ലവർ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടും. സംഭവം അത്യാവശ്യം നല്ല ടേസ്റ്റുമാണ്, കഴിക്കാനായിട്ട് നേരം പോക്കുമാണ്. നമ്മൾ കപ്പലണ്ടി കഴിക്കുന്ന പോലെ ഇങ്ങനെ ഇരുന്നിട്ട്, പക്ഷേ കുറച്ച് പണിയുണ്ടെന്നുള്ളൂ, ഇതിൻ്റെ തൊണ്ട് പൊളിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. എന്തായാലും നമ്മൾ പൂക്കളെല്ലാം എടുത്ത് ഒരു കൊട്ടയിലാക്കി നേരെ വീട്ടിലോട്ട്. ഇനി ഇതിൻ്റെ വിത്തുകളെല്ലാം സെപ്പറേറ്റ് ആക്കി എടുക്കണം. അതിക്ക് മുമ്പ് ഇതിനെ നല്ലപോലെ ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ ടെറസിൽ കൊണ്ടുപോയിട്ട്, നമ്മുടെ വില്ലയൊക്കെ അതിൻ്റെ പേരിൽ മുകളിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. സോ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ നേരെ ഉണക്കാൻ വെച്ചു. ഈ മരത്തിലാണ് നമ്മുടെ കിളികളെല്ലാം, തത്ത തുടങ്ങിയിട്ട് എല്ലാ കിളികളും ഉണ്ടാവും. 5 മണിയാകുമ്പോൾ തുടങ്ങും ഇവരുടെ ഒച്ചപ്പാടും ബഹളവും. അതൊക്കെ നല്ല രസമാണ്, പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൂ. 2 ദിവസം മുകളിലിരുന്നപ്പോഴേക്കും നല്ല വെയിലൊക്കെ കൊണ്ട് നല്ലപോലെ ഉണങ്ങി. അങ്ങനെ നമ്മൾ നേരെ ഇതിൻ്റെ വിത്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചു. ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ കമത്തിയിട്ടിട്ട് 2 തട്ട്. ഇതിവിടെ സഹായിക്കാൻ നമുക്ക് ആരുമില്ല. മറിയാമയാണെന്നുണ്ടെങ്കിൽ സോഫയിൽ കിടന്നിട്ട് ടി വിയും കണ്ട് ഇരിക്കുന്നുണ്ട്. ടി വി ബോറടിക്കുമ്പോൾ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെ എൻ്റെ അടുത്തോട്ട് വന്നത് അബിക്കുട്ടിയാണ്. അതും ഞാൻ അവൾക്ക് കൊടുക്കാണ്ട് എന്താണ്ട് തിന്നാണെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. കിട്ടിയ വിത്തുകളൊക്കെ ഞാനെടുത്തൊരു പാത്രത്തിലാക്കി താഴെ വെച്ചു. അബിക്കുട്ടി അതെല്ലാം വാരി നിലത്തിട്ടു. ഞാനതെല്ലാം പറക്കി വീണ്ടും പാത്രത്തിലാക്കി വെച്ചു. അവളത് വീണ്ടും ഇട്ടു. ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ആകെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല. അങ്ങനെ നമുക്ക് ഇത്രമാത്രം വിത്തുകളാണ് കിട്ടിയേക്കുന്നത്. ഇതെല്ലാം ഇനി വറുത്തെടുക്കണം. അങ്ങനെ നമ്മളിതൊക്കെ ഒരു പാത്രത്തിലാക്കി നേരെ കിച്ചണിലേക്ക് നേരെ ചെന്ന് ഗ്യാസ് അങ്ങോട്ട് ഓണാക്കി ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്ന വിത്തിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ഇട്ടു. കാരണം ഇതിൻ്റെ ടൈമിങ് എത്ര നേരം ഇട്ട് ചെയ്യണം എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ആദ്യം ഒരു പരീക്ഷണാർത്ഥം നമ്മൾ സംഭവം ഒന്ന് ഫ്രൈ ചെയ്ത് സെറ്റാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ നേരെ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് പതുക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം എടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്. സാധാരണ നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്നത് വലിയ സൺഫ്ലവറിൻ്റെ സീഡ്സാണ്. ഇത് ചെറിയ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ ഒരെണ്ണം എടുത്ത് നേരെ അബിക്കുട്ടിയുടെ അടുത്തേക്ക്. അബിക്കുട്ടി അവിടെ പെപ്പാപ്പയ്ക്കും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെപ്പാപ്പയ്ക്കിൻ്റെ വലിയൊരു ഫാനാണ് അബിക്കുട്ടി. കൊടുത്തു. ആൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പ്രോട്ടീനൊക്കെ ഉള്ളൊരു സംഭവമാണെന്നാണ് കേട്ടേക്കുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മറിയാമ്മ അവിടെ അടുത്തിരിക്കുന്നുണ്ട്. എനിക്കും ഇപ്പോൾ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നോട് പറഞ്ഞത് അതെല്ലാം തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ കഴിച്ചു നോക്കാം എന്നാണ്. ഈ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല ടീമിനേക്കാൾ മാരക വേർഷനാണ് മറിയാമ്മ. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പൊരിച്ച മീനിൻ്റെ ഒരു സൈഡ് മാത്രം കഴിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. കാരണം അപ്പുറത്തെ സൈഡ് കഴിക്കണമെങ്കിൽ ഇത്